നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ചേർക്കാം, അതായിരിക്കും നല്ലത്. അതൊന്നും കൂടി ഹെൽത്തിയാണ്. ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ഇങ്ങനെ കുടിച്ചാലും ശരിക്കും ടേസ്റ്റാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു നാരങ്ങ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ നാരങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഈ ബ്ലൂ കളറുള്ളത് പിങ്ക് കളറിലേക്ക് മാറും. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം ടീ റെസിപ്പി റെഡി.